ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ലിപ്സിലുള്ള ഡാർക്ക് കളർ നമുക്ക് ഒന്ന് ലൈറ്റൻ ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ലിപ്സ് എന്തുകൊണ്ടാണ് ഡാർക്ക് ആയിട്ട് പോകുന്നത് എന്നുള്ള ഒരു 2-3 റീസൺസ് ഞാൻ പറയാം. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്പ് നന്നായിട്ട് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഒരുപാട് വെള്ളമൊക്കെ കുടിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ലിപ്സിലുള്ള ഹൈഡ്രേഷൻ ഇല്ലെങ്കിൽ മോയ്സ്ചർ എല്ലാം നഷ്ടപ്പെടും. അങ്ങനെയുള്ള അവസ്ഥയിൽ ലിപ്സ് ഭയങ്കര ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ചുണ്ടുകൾ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആകുമ്പോഴാണ്, കൂടുതലായിട്ട് വരണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഡാർക്ക് ആയിട്ട് വരിക. അപ്പോൾ അതാണ് ഒന്നാമത്തെ റീസൺ. നമ്മൾ ഒത്തിരി വെള്ളമൊന്നും കുടിക്കാതെ മോയ്സ്ചറൈസ് ഒന്നും ഇല്ലാണ്ട് കെയർ ചെയ്യാണ്ട് ഇരിക്കുമ്പോഴാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള അധികം വിലയൊന്നും ഇല്ലാത്ത ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ലിപ് ഗ്ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആണ്. ഇൻഎക്സ്പെൻസീവ് എന്നല്ല, ഏത് ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്താലും ഇതേപോലെ ലിപ്സ് കുറച്ച് ഡാർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും എങ്ങനെയാണ് തോന്നുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ എന്നോട് കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെയുള്ള ഒരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുണ്ട് ഭയങ്കരമായിട്ട് ഡാർക്കായിട്ട് പോകും. അപ്പോൾ സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് അവോയ്ഡ് ചെയ്യില്ലായിരിക്കും, എന്നാലും ഞാൻ പറയുകയാണ്, സ്മോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചുണ്ട് ഭയങ്കരമായിട്ട് ഡാർക്കായി പോകുന്ന മാത്രമല്ല, നമ്മുടെ ടേസ്റ്റ്, നമുക്കൊരു ഫുഡ് കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കൂടി അറിയാൻ പറ്റില്ല ഒരുപാട് നാൾ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്മോക്കിങ് മാത്രമല്ല, ഇപ്പോൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും അവരുടെയും ചുണ്ട് ഇതുപോലെ തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സ്മോക്കിങ് കാര്യങ്ങളൊക്കെ ഒന്ന് മാക്സിമം ഒഴിവാക്കാനായിട്ട് നോക്കാം. പിന്നെ ഈ സ്മോക്ക് ചെയ്തിട്ട് ഡാർക്ക് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല കേട്ടോ, ഞാനിപ്പോൾ ഈ പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് മാറുമെന്നുള്ളത്. ചെറുതായിട്ട് എങ്ങനെ മാറ്റാൻ പറ്റുമായിരിക്കും, പക്ഷേ സ്മോക്ക് ചെയ്താലും എനിക്ക് അത്ര വലിയ ഓർമ്മയില്ല. പക്ഷെ നിങ്ങൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് ലിപ്സിൽ ഇങ്ങനത്തെ ഡാർക്ക് കളർ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മെത്തേഡിലൂടെ നമ്മുടെ നമുക്ക് എങ്ങനത്തെ ലിപ്പിന് കളർ എന്തായിരുന്നു നമ്മുടെ നേരത്തെയുള്ള കളർ എന്ന് വെച്ചാൽ ആ കളറിലോട്ട് നമുക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് പറ്റും. അല്ലാണ്ട് പണ്ട് തൊട്ടേ ഡാർക്ക് ആയിട്ടുള്ള കളറാണ്, അതുകൊണ്ട് ഇത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് മാറും എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതെനിക്ക് അത്ര ഉറപ്പില്ല. പക്ഷെ ഇപ്പം നമ്മുടെ ഓൾറെഡി നമുക്ക് ലിപ്സിന് അത്യാവശ്യം നല്ല കളർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് ഡാർക്കായി പോയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ച് നമ്മുടെ ഒറിജിനൽ കളറിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എക്സ്ഫോളിയേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ചെറിയൊരു പാത്രം എടുക്കുക, അതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് നമ്മൾ കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ലെമൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നാരങ്ങ, അത് ഇറിറ്റേഷനൊന്നും ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിൽ നാരങ്ങയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലിപ്സ് ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്സിലുള്ള ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ആയിട്ട് നല്ല, എന്താ പറയുക, ലിപ്സിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പോയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കൈകൊണ്ട് ആണ് ഡെയിലി ചെയ്യാമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ചെയ്യുക. അപ്പോൾ വീക്കിലൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും. കാരണം ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ അത്രയും നമുക്ക് പെട്ടെന്ന് ആ ഒരു സെൽസും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ കൈ കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, കൈ കൊണ്ടാണെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഡാർക്ക് ആയിട്ടുള്ള ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ക്രബ് ചെയ്യുക. അതായത് നമ്മുടെ ചുണ്ടിൻ്റെ ഈ ഒരു അറ്റത്തൊക്കെ കുറച്ച് ഡാർക്ക് ആയിട്ട് ഉണ്ടാവില്ലേ, അപ്പോൾ അവിടെ എല്ലാം കൂടുതലായിട്ട് ബ്രഷ് ഇങ്ങനെ നന്നായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും പഴയ ബ്രഷൊക്കെ ഉണ്ട് വെച്ചാൽ അത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് രാത്രി ആണിങ്ങനെ സ്ക്രബ് ചെയ്യണത് കൂടുതലായിട്ട് നന്നായിട്ടുണ്ടാവുക. പിന്നെ നിങ്ങൾ കഴുകി കളഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. കാരണം എന്നോട് കുറേ കുട്ടികൾ പറഞ്ഞായിരുന്നു അവരിത് സ്ക്രബ് ചെയ്ത് കിടന്നുറങ്ങിയിട്ട് ഉറുമ്പ് കടിച്ചു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ. അതോട് കഴുകി കളഞ്ഞിട്ട് വേണം രാത്രി കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല വ്യത്യാസം അറിയാൻ പറ്റും. നമ്മുടെ ലിപ്സിൽ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കാണുമ്പോൾ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും. ലിപ്സൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും. എല്ലാ ഡെഡ് സെൽസും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെച്ചാൽ റിമൂവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു ലിപ് ക്രീമാണ്. ഈ ലിപ് ക്രീം നമ്മൾ സ്ക്രബ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ബീട്രൂട്ട്. ഇത് ഒരെണ്ണത്തിൻ്റെ പകുതി ബീട്രൂട്ട് മതി. അത് ഗ്രൈൻഡ് ചെയ്തിട്ടാണെങ്കിലും മിക്സിയിലിട്ട് അടിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അതിൻ്റെ ജ്യൂസ് നമുക്ക് വേണം. കുറച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കുക. ഇങ്ങനത്തെ ഒരു രൂപത്തിൽ അതിൻ്റെ ജ്യൂസ് എടുക്കുക. ജ്യൂസിലോട്ട് നമ്മൾ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് കോക്കനട്ട് ഓയിലാണ്. ഒരു 2-3-4-5 തുള്ളി കോക്കനട്ട് ഓയിൽ മതിയാവും. ഇനിയിപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ബട്ടർ ഇല്ലെങ്കിൽ ഗീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഈ ഒരു ലിപ് ക്രീം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 15 days വരെയെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഇതിനകത്ത് ഓയിലുള്ളതുകൊണ്ട് തന്നെ ഇതൊരു എന്താ പറയുക ലിപ് ബാം പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. ഇത് ഞാൻ വെറുതെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തൊന്നുമല്ലോ കേട്ടോ. നിങ്ങൾക്ക് കൈ കൊണ്ട് എടുത്തിട്ട് വെറുതെ നമുക്കൊന്ന് മസാജ് ചെയ്യണം. ഒന്ന് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണിത്. പക്ഷെ നല്ലൊരു ലിപ്സ്റ്റിക്ക് പോലെ ഉണ്ടല്ലോ, നല്ല കളറുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് എന്നിട്ട് കൈ യൂസ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ലിപ്സ് ഫുള്ളായിട്ട് മസാജ് ചെയ്യുക കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മസാജ് ചെയ്യുക. ഈ ഒരു ബീട്രൂട്ട് നമുക്ക് നാച്ചുറലായിട്ട് ലിപ്സിന് നല്ലൊരു കളർ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇതിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഏതാണെന്ന് അറിയില്ല എന്ന്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് എൻ്റെ സ്ക്രീൻ കാണുന്നതിൻ്റെ തൊട്ടടിയിലായിട്ടൊരു ചെറിയൊരു ആരോ പോലെ ഉണ്ടാവും. ആ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബോക്സ് പോലെ താഴത്തോട്ട് ഇങ്ങനെ വരും. ആ സംഭവമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് നോക്കിയിരുന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു 10 minutesോളം ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ലിപ്സ് ഫുള്ളായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, മറക്കരുത് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ സജഷൻസ്, റിക്വസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്നോട് പറയാം. പിന്നെ ഇപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നുണ്ട്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് താഴെ ഒരു സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും, അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ് ചെയ്യാണ്ട് കാണാനായിട്ട് പറ്റും. ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരാനായിട്ട് ഇരിക്കുകയാണ്. DIY, ബ്യൂട്ടി, മേക്കപ്പ് അങ്ങനെയുള്ള ഒത്തിരി വീഡിയോസ് വരാനായിട്ട് ഇരിക്കുകയാണ്. സോ അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കാം. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള വീഡിയോ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. ഇങ്ങനത്തെ ഈ ഒരു ചാനലിനെ കുറിച്ചിട്ട് ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് എല്ലാവരുമായിട്ടൊന്ന് പറയാനായിട്ട് നോക്കുക. ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നുള്ള കാര്യം. സോ അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ടൈം കാണുന്നതായിരിക്കും. ബൈ.